നമ്മുടെ താരാപഥ കേന്ദ്രത്തിലെ നക്ഷത്രങ്ങളുടെ വിധി കാന്തികമണ്ഡലം എങ്ങനെ നിർണ്ണയിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ താരാപഥത്തിന്റെ കേന്ദ്രം വളരെ വിചിത്രവും അതീവ തീവ്രവുമായ ഒരു സ്ഥലമാണ്. സൂപ്പർമാസീവ് കറുത്ത ദ്വാരമായ സാജിറ്റേരിയസ് എ ആസ്റ്ററിസ്കിനെ ചുറ്റിപ്പറ്റി നക്ഷത്രങ്ങൾ വളരെ സാന്ദ്രമായി നിലകൊള്ളുന്നു. ഇവിടെ ഗുരുത്വാകർഷണം, വികിരണം, ഇരുണ്ട ദ്രവ്യം എന്നിവ സങ്കീർണമായ രീതിയിൽ പ്രതിപ്രവർത്തിക്കുന്നു. ന്യൂട്രോൺ സ്റ്റാറുകൾ, വൈറ്റ് ഡ്വാർഫുകൾ പോലുള്ള കോമ്പാക്റ്റ് നക്ഷത്രങ്ങൾക്ക് ഈ ചുറ്റുപാടിൽ ഒരു പ്രത്യേക വിധി കാത്തിരിക്കുന്നു. ഈ സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ന്യൂട്രോൺ സ്റ്റാറുകളിലും വൈറ്റ് ഡ്വാർഫുകളിലും ഇരുണ്ട ദ്രവ്യം, ഡാർക്ക് മാറ്റർ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. അനുയോജ്യമായ സാഹചര്യങ്ങളിൽ ഈ ശേഖരണം നക്ഷത്രത്തിന്റെ കേന്ദ്രത്തിൽ ഒരു ചെറിയ കറുത്ത ദ്വാരം രൂപപ്പെടുന്നതിന് കാരണമായേക്കാം. ഒരിക്കൽ രൂപപ്പെട്ടാൽ ഈ കറുത്ത ദ്വാരം ചുറ്റുമുള്ള നക്ഷത്രവസ്തുക്കളെ ഭക്ഷിക്കാൻ തുടങ്ങുകയും നക്ഷത്രത്തെ പൂർണ്ണമായി തകർത്ത് ഒരു കറുത്ത ദ്വാരമായി മാറുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ സിദ്ധാന്തം പൂർണ്ണമായി ശരിയാണെങ്കിൽ ഗാലക്സിയുടെ കേന്ദ്രത്തിലെ പല കോമ്പാക്റ്റ് നക്ഷത്രങ്ങളും ഇതിനകം നശിക്കുമായിരുന്നു. നിരീക്ഷണങ്ങൾ നേരെ വിപരീതമാണ് സൂചിപ്പിക്കുന്നത്. ചില നക്ഷത്രങ്ങൾ അതിജീവിക്കുന്നു, മറ്റു ചിലത് അപ്രത്യക്ഷമാകുന്നു. എന്താണ് ഒരു നക്ഷത്രം ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കുന്നത്? സാജിറ്റേരിയസ് എ ആസ്റ്ററിസ്കിന് വളരെ അടുത്തുള്ള മാഗ്നെറ്റാർ PSRJ 174529O അതിജീവനം ഒരു പ്രധാന സൂചന നൽകുന്നു. കൂടാതെ ശക്തമായ കാന്തിക വൈറ്റ് ഡ്വാർഫുകൾ താരാപഥ കേന്ദ്രത്തിൽ കൂടുതലായി കാണപ്പെടുന്നു. എന്നാൽ ദുർബലമായ കാന്തിക മണ്ഡലമുള്ള സാധാരണ പൾസാറുകൾ കുറവാണ്. ഇതാണ് മിസ്സിംഗ് പൾസർ പ്രശ്നം എന്ന് അറിയപ്പെടുന്നത്. ഈ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് എല്ലാ നക്ഷത്രങ്ങൾക്കും ഒരേ വിധി അല്ല എന്നാണ്. എന്തോ ഒന്നിതിനെ സ്വാധീനിക്കുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലങ്ങൾ കോമ്പാക്റ്റ് നക്ഷത്രങ്ങൾക്കുണ്ട്. ഇവ ദ്രവ്യം എങ്ങനെ നീങ്ങുന്നുവെന്ന് നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഒരു നക്ഷത്രത്തിനുള്ളിൽ രൂപപ്പെടുന്ന കറുത്ത ദ്വാരത്തിന്റെ വളർച്ചയെ കാന്തിക മണ്ഡലങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുമോ? ഇതിനെക്കുറിച്ച് അടുത്തിടെ നടത്തിയ പഠനങ്ങളിൽ ഒരു പുതിയ ആശയം ഉയർന്നുവന്നു: മാഗ്നറ്റിക്കലി അറസ്റ്റഡ് ട്രാൻസ്മ്യൂട്ടേഷൻ അഥവാ മാറ്റ്. ശക്തമായ കാന്തിക മണ്ഡലങ്ങൾ കാന്തിക സമ്മർദ്ദവും വലിവുകളും ഉപയോഗിച്ച് ദ്രവ്യം കറുത്ത ദ്വാരത്തിലേക്ക് ഒഴുകുന്നതിനെ പ്രതിരോധിക്കുന്നു. ഇതിന്റെ ഫലമായി കറുത്ത ദ്വാരത്തിന്റെ വളർച്ച ഫലപ്രദമായി മന്ദഗതിയിലാക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി നിർത്തുകയോ ചെയ്യാം. ശക്തമായ കാന്തിക മണ്ഡലമുള്ള നക്ഷത്രങ്ങൾ ഈ മാറ്റ് സംവിധാനം വഴി അതിജീവിച്ച് ദീർഘകാലം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ദുർബലമായ കാന്തിക മണ്ഡലമുള്ള നക്ഷത്രങ്ങൾക്ക് ഈ സംരക്ഷണം ലഭിക്കില്ല. ഇത്തരത്തിൽ കാന്തിക മണ്ഡലങ്ങൾ തീവ്രമായ ചുറ്റുപാടുകളിൽ കോമ്പാക്റ്റ് നക്ഷത്രങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു.